നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതോടം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. കവിതയെ ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ച ചോദ്യങ്ങളാക്കി അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് P.N. ഗോപികൃഷ്ണൻ. കവിത എങ്ങനെ ആയുധമാക്കി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാമെന്ന് രചനകളിലൂടെ തെളിയിച്ച ഈ കൊടുങ്ങല്ലൂരുകാരൻ നിരൂപകനായും സാംസ്കാരിക പ്രവർത്തകനായും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കവിതയിലെടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണങ്ങളായി മാറിയിട്ടുണ്ട്. കവിതയും പാട്ടെഴുത്തും രണ്ടും രണ്ടായി കാണണമെന്ന് ശക്തമായി വാദിക്കുന്ന ഇദ്ദേഹം ഇത്തരം പ്രവണതകളെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കവിതയുടെ മൂശയും അതിൻ്റെ പരിചരണ രീതിയും അതുണ്ടാക്കുന്ന ഫലവും പാട്ടിൻ്റെ രീതിയിൽ നിന്ന് വിഭിന്നമാണ് എന്ന് ഇദ്ദേഹം എല്ലായിടത്തും പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ഥലകാലത്ത് നിലനിൽക്കുന്ന ഒന്നല്ല കവിത എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അതിർത്തികളില്ലാതെ സഞ്ചരിക്കുന്ന ഒന്നാണ് കവിത. പറയുന്ന വാക്കിൻ്റെ സത്യസന്ധതയും വിഷയത്തോടുള്ള കൂറും ഓരോ കവിതകളെയും വ്യത്യസ്തമാക്കി മാറ്റുന്നു. ചുറ്റുമുള്ള ആകുല കാഴ്ചകൾ അസ്വസ്ഥപ്പെടുത്തുന്നിടത്ത് പിറവിയെടുക്കുന്ന ചിന്തകളും അത് ഉൽപ്പാദിപ്പിക്കുന്ന വാക്കുകളും മൂർച്ചയേറിയതാവാം. തീവ്രവികാരങ്ങളുടെ കവിഞ്ഞൊഴുക്കായി അത് മാറാം. ഒരു വേള അത് ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നതുമാവാം. കേവലം സ്ഥാപനമായ കെട്ടിടങ്ങളല്ല പള്ളികളെന്നും, മറിച്ച് ചലനാത്മകവും മനുഷ്യത്വമുള്ളതുമായ ആശയങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഇടങ്ങളാണ് പള്ളികൾ എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഈ കൃതി പരിചയപ്പെടുത്തുന്നത് 2025 മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പിൽ മികച്ച കവിതാ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ യുവകവിയായ അതുൽ പൂതാടിയാണ്. നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമായ കവിതകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അതുൽ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ മലയാള ഗവേഷക വിദ്യാർത്ഥിയാണ്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന അതുലിൻ്റെ കവിത നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒന്നാണ്. കവിതയെ മികച്ച ആശയപ്രകടന മാധ്യമമായി കാണുന്ന ഈ യുവ എഴുത്തുകാരൻ്റെ വാക്കുകളിലൂടെ തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന സമകാലീന പ്രസക്തമായ കവിതയെ നമുക്ക് കേട്ടെടുക്കാം. ഇതിലെ ആശയങ്ങളെ ഉൾക്കൊള്ളാം. കഥ, നോവൽ തുടങ്ങിയ മറ്റ് ഇതര സാഹിത്യ മേഖലകളെ അപേക്ഷിച്ച് കവിത എഴുതുന്നവർ, കവികൾ കൂടുതൽ അഭിമുഖീകരിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്താണ് കവിത എന്നത്. കവിതയ്ക്ക് എക്കാലത്തേക്കുമുള്ള ഒരു നിർവചനമുണ്ടോ? എന്താണ് കവിത എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടായിരിക്കും കവികൾ ഈ ചോദ്യം കൂടുതലായി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ അതിന് ലഭിക്കാവുന്ന ഉത്തരം, അതിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഒരു കാലത്തും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതാണ്. അതായത് പല മേഖലകളിലേക്ക്, പല ആശയങ്ങളിലേക്ക്, പല തുറവികളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സ്വഭാവമാണ് എക്കാലത്തും കവിത പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിർവചനം കവിതയ്ക്ക് നൽകുക എന്നതിലപ്പുറം അതിനേക്കാൾ ഉപരിയായി ഓരോരുത്തർക്കും എന്താണ് കവിത എന്നതായിരിക്കും ഇതുവരെ കവികൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കവിതാ പുസ്തകം P.N. ഗോപികൃഷ്ണൻ എഴുതിയ തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ 8ാമത്തെ കവിതാ സമാഹാരമാണ് ഇത്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ കവി എഴുതിയ ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ ആദ്യം വായിക്കാം. അതിങ്ങനെയാണ്: ജീവൻ കഴിഞ്ഞാൽ എൻ്റെ ഉടലിൽ കൂടിയ ഉശിരുള്ള ബാധ കവിതയാണ്. അത് എനിക്ക് ഭാഷയിൽ ഒരു കൂട് തന്നു.
എൻ്റെ ഏകാന്തതയിലും ലോകാന്തതയിലും കൂടെ വന്നു. എൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ എൻ്റെ ജീവിതത്തിലും ലയിപ്പിച്ചു. പക്ഷികളുടെ, മൃഗങ്ങളുടെ, സസ്യങ്ങളുടെ, മാത്രമല്ല ജലത്തിൻ്റെയും മണ്ണിൻ്റെയും ഭാഷ പഠിപ്പിച്ചു. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് വാക്കുകളുടെ ചിറകിൽ യാത്ര കൊണ്ടുപോയി. ഭൗതികതയും ആത്മീയതയും ഒന്നെന്ന് പഠിപ്പിച്ചു. യുക്തിയുടെ വാഹനമിടിച്ച് മരിച്ചു പോകാതെ എന്നെ രക്ഷിച്ചു എന്നതാണത്. മനുഷ്യന്റെ എല്ലാവിധ യുക്തികളിൽ നിന്നും ബോധങ്ങളിൽ നിന്നും ഒക്കെ മുക്തമായി മറ്റൊരു ലോകബോധത്തെ, മറ്റൊരു പുതിയ കാഴ്ചയെ, ഒരു പുതിയ ഭാഷയെ രൂപപ്പെടുത്താൻ കവിത സഹായിക്കുന്നുണ്ട് എന്നതാണ്. ഈ തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന പുസ്തകം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് DC ബുക്സ് ആണ്. 35 കവിതകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. കവിതകൾക്ക് പുറമെ കവി TP വിനോദുമായി നടത്തിയ ഒരു അഭിമുഖവും പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ട്രൂ കോപ്പിയിൽ വന്ന ഒരു അഭിമുഖമാണ് ഇതിൽ എടുത്ത് ചേർത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന കവിതകളോടൊപ്പം തന്നെ ആ അഭിമുഖത്തിലും വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കവിത എന്തുകൊണ്ട് എന്ന ഒരു അഭിമുഖം എന്നാണ് അഭിമുഖത്തിന്റെ ടൈറ്റിൽ. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഹിന്ദുവാണ് എന്ന് വ്യവസ്ഥ പറയുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക. നിങ്ങൾ ഗ്രാമത്തിലാണ് എങ്കിൽ ഗ്രാമീണ വിശുദ്ധിയുടെ ഒരു പാഠം നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടേ നിങ്ങളുടെ കവിതയുടെ ആദ്യ വരി വീഴുകയുള്ളൂ. നിങ്ങൾ നാഗരികനെങ്കിൽ നഗരത്തെ പറ്റിയുള്ള മിത്ത് തകർക്കുന്നതായിരിക്കും നിങ്ങളുടെ കവിത എന്ന്. ഒപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു, നിരന്തര വിമർശനമില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെതായ രീതി പ്രവർത്തിച്ച് എല്ലാ മുന്നോട്ടു പോകലുകളെയും തടഞ്ഞു വയ്ക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആന്തരിക വിമർശനത്തിലൂടെ അല്ലാതെ, നിരന്തരമായിട്ടുള്ള വ്യവസ്ഥയോടുള്ള വിമർശനത്തിലൂടെ അല്ലാതെ ചലനാത്മകമായിട്ടുള്ള ഒരു ലോകത്തെ, ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് സൃഷ്ടിക്കുന്നിടത്താണ് PM ഗോപികൃഷ്ണന്റെ കവിതകളും രചിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ വളരെ സമൂഹത്തോട് സംവദിക്കുന്ന, കാലികമായി നിലനിൽക്കുന്ന, ചരിത്രപരമായിട്ടുള്ള കൃത്യമായി ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന, വർത്തമാനത്തെ അടയാളപ്പെടുത്തുന്ന, രാഷ്ട്രീയം സംസാരിക്കുന്ന, പൊളിറ്റിക്കലായിട്ടുള്ള കവിതകളാണ് ഈ പുസ്തകത്തിലെ ഒട്ടുമിക്ക കവിതകളും എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. പുസ്തകത്തിന്റെ ആമുഖത്തിൽ എടുത്തു പറയുന്നത് പോലെ ബാബറി മസ്ജിദ് ബന്ധപ്പെട്ട, പള്ളി തകർത്തതുമായി ബന്ധപ്പെട്ടതാണ് ഈ പുസ്തകത്തിലെ 4 കവിതകൾ. പുസ്തകത്തിന്റെ ടൈറ്റിലായിട്ടുള്ള തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന കവിതയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ 1992 ഡിസംബർ 5 എന്ന കവിത, രാമനെ അയോധ്യയിൽ നിന്നും നാടുകടത്തിയത് ബാബർ അല്ല എന്ന കവിത, ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക് എന്ന കവിത. ഇങ്ങനെ 4 കവിതകളാണ് നേരിട്ട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം സംസാരിക്കുന്ന കവിതകളായി ഈ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവ 4ഉം 2024 ജനുവരി മാസത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ സമയത്ത് അടുത്തടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ച കവിതകളാണ് ഇവ 4ഉം. വെടിവെച്ച് വീഴ്ത്തിയ ഒരു പള്ളിയുടെ ഇറച്ചി പച്ചയ്ക്ക് തിന്നവരെ നിങ്ങളുടെ തന്നെ ഇറച്ചിയാണ് തിന്നതെന്ന് കണ്ടെത്തുന്ന ദിനം വരുന്നുണ്ട് എന്ന് എഴുതിക്കൊണ്ടാണ് അതിൽ ആദ്യത്തെ കവിതയായ 1992 ഡിസംബർ 5 എന്ന കവിത അവസാനിക്കുന്നത്. ഇത്തരത്തിൽ സമകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്ന, എല്ലാ വർഗീയതയ്ക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ നിൽക്കുന്ന, അത്തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കവിതകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അത് രാഷ്ട്രീയം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് കവിതയുടെ ഒരു ഭൂമിശാസ്ത്രം വായിച്ചെടുക്കുന്ന സമയത്ത് പ്രാദേശികമായി നിലകൊള്ളാത്ത, കുറച്ചുകൂടി വ്യാപ്തിയുള്ള ഈ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ഒരു ഭൗമ പരിസരത്തിലേക്ക് വികസിച്ച് നിൽക്കുന്ന കവിതകളാണ് അവ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഈ പുസ്തകത്തിലെ ഒരു കവിതയാണ് ഇന്ത്യയുടെ കൂട്ടുകാരൻ എന്ന കവിത. ചരിത്രത്തെയൊക്കെ എപ്പോഴും മറ്റൊന്നാക്കി തീർക്കാൻ ശ്രമിക്കുന്ന, നുണകൾ കൊണ്ട് പുതിയൊരു ചരിത്രത്തെ കൃത്രിമമായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് വളരെ സ്വാഭാവികതയോടെ, വളരെ സ്വാഭാവികമായി കള്ളങ്ങൾ പണിയുന്ന ഒരു പ്രവണതയെ വിമർശിക്കുന്ന കവിതയാണ് ഇന്ത്യയുടെ കൂട്ടുകാരൻ എന്ന കവിത.
നുണകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് യുദ്ധത്തിനൊക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്ന, അതിൻ്റെ പ്രചാരകരായി തീരുന്ന ഒരു വളരെ ഉദാസീനമായി ജീവിക്കുന്ന രാഷ്ട്രീയവാദികളെ തുറന്നു കാട്ടുകയും അത്തരം പ്രവണതകളെയെല്ലാം നിശിതമായി വിമർശിക്കുകയും ആക്ഷേപത്തോടെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു കവിതയാണ് ഇന്ത്യയുടെ കൂട്ടുകാരൻ. ഇത്തരം സമകാലിക വസ്തുതകൾക്കൊക്കെ കവിത കൊണ്ട് എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാം എന്നതാണ് ഒരു പ്രതിരോധത്തിന്റെ ഒരു സാംസ്കാരിക ഇടത്തെ രൂപപ്പെടുത്തുക എന്നതാണ് കവിതകളിലൂടെ കവി ചെയ്യുന്നത്. ഈ പുസ്തകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഭിമുഖത്തിനിടയ്ക്ക് കവി പറയുന്നുണ്ട്, ഇക്കാലത്ത് കവിത ഏത് വിധേന മനുഷ്യർക്കൊപ്പം നിൽക്കുമെന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ന്. ഒരു കവിതാ വായനക്കാരന്റെ സത്യവാങ്മൂലം എന്ന ഒരു കവിതയുണ്ട് ഈ പുസ്തകത്തിൽ. അതിലെ ചില 3-4 വരികൾ ഇങ്ങനെയാണ്: വളരെ ചിലപ്പോൾ നമ്മുടെ ആത്മാവ് നന്നായി കുറയുമ്പോൾ ആരോടെങ്കിലും മനുഷ്യ പേ ചെയ്യാൻ ആവശ്യപ്പെടാൻ നമുക്കൊരു ആപ്പ് വേണം. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനെയാണ് കവിത എന്ന് പറയുന്നത് എന്ന്. മനുഷ്യ പേ എന്ന വാക്ക് ഇവിടെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാക്കാണ്. ഗൂഗിൾ പേ എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത്, ഏകാന്തത എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരികമായി മാത്രമല്ല, ഒരു ആൾക്കൂട്ടത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. ഏകാന്തത ഒരു കൂറ്റൻ കാഞ്ഞിരമരമാണ് എന്നൊക്കെ എൻ ശശിധരൻ മാഷ് പറയുന്നത്. ഏകാന്തത പോലെ തിരക്കേറിയ പ്രവൃത്തി വേറെ ഇല്ല എന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ മനുഷ്യന്റെ സർവ്വസാധാരണമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഏകാന്തതയെ സവിശേഷമായി വിനിമയം ചെയ്യുന്ന, സവിശേഷമായി വിന്യസിക്കുന്ന, അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് എല്ലാ കലകളും. കവിതയും കഥകളും അടങ്ങുന്ന, ചിത്രകലയും എല്ലാം അടങ്ങുന്ന എല്ലാ കലകളും മനുഷ്യന്റെ ഏകാന്തതയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ ഏകാന്തത വ്യക്തിപരമാവാം, അത് അതേസമയം തന്നെ സാമൂഹ്യമാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയവുമാണ്. അത്തരത്തിൽ ഗൂഗിൾ പേ പോലെ മനുഷ്യ പേ ചെയ്യാൻ, മറ്റൊരിടത്തു നിന്ന് നമ്മിലേക്ക് വരാൻ, ആമുഖത്തിൽ കവി പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചെല്ലാനും മറ്റുള്ളവരുടെ ജീവിതം തന്നിലേക്ക് വരാനും നമുക്കൊരു ആപ്പ് വേണം. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനെയാണ് കവിത എന്ന് പറയുന്നത് എന്ന് കവി പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന ജീവിത സംബന്ധിയായിട്ടുള്ള കവിതകൾ അത് മറ്റൊരു ഭാഷ സൃഷ്ടിക്കുകയും യാഥാർത്ഥ്യത്തെ പുറമേ നിന്ന് ഉപരിപ്ലവമായി നോക്കിക്കാണാതെ അതിനകത്തുള്ള അടരുകളെ നിർദ്ധാരണം ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിന്റെ ഒരു പഠനം എന്നൊരു കവിതയുണ്ട്. വിൻസെന്റ് വാൻ ഗോഗിന്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിന് കാവ്യഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഒരു പഠനം എന്ന നിലയിലാണ് ആ കവിത ഉണ്ടാവുന്നത്. അതിൽ ഉരുളക്കിഴങ്ങിനെ നോക്കിക്കാണുന്ന ഒരു വിധം പ്രധാനപ്പെട്ടതാണ്. അതിലെ ചില വരികൾ: നാം ഉരുളക്കിഴങ്ങെന്ന് വിളിക്കുന്നത് കല്ലിച്ച കണ്ണുനീർ തുള്ളികളെയാണ് എന്ന് കവി എഴുതുന്നു. നാം ഉരുളക്കിഴങ്ങെന്ന് വിളിക്കുന്നത് കല്ലിച്ച കണ്ണുനീർ തുള്ളികളെയാണ്, വേദനയുടെ അടരുകൾ ചേർന്നൊട്ടി ഉരുണ്ട ഒന്നിനെ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചവച്ചിറക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം വേദന കടിച്ചിറക്കുകയാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇത്തരത്തിൽ എല്ലാവരാലും കാണപ്പെടാത്ത ഒരു ദൃശ്യത്തെ, കവിക്ക് മാത്രം കണ്ടെത്താനാകുന്ന ഒരു ദൃശ്യത്തെ, ഒരു അനുഭവത്തെ ഈ പുസ്തകത്തിലെ കവിതകൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഭാഷയിൽ ഇടപെടുന്ന ഒരാളെയും എങ്ങനെയാണ് കവിത നോക്കിക്കാണുന്നത് എന്ന് എഴുത്തും തർജ്ജമയും എന്ന ഈ പുസ്തകത്തിലെ ഒരു കവിത സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു കവിത എഴുതുമ്പോൾ, ഒരു ഭാഷയിൽ പെരുമാറുമ്പോൾ എങ്ങനെയാണ് ഒരു കവി ആ ഭാഷയെ മെരുക്കിയെടുക്കുന്നത് എന്നെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കവിതയാണിത്. അതിൽ പറയുന്നു: പക്ഷേ എന്നെഴുതുമ്പോൾ ഭാഷയെ കുത്തിത്തിരിച്ച് സ്പിൻ ബൗളറായി കവി നിൽക്കുന്നു. ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അയാൾ വിക്കറ്റിന് പുറകിൽ ഗ്ലൗസ് ഇല്ലാതെ കീപ്പ് ചെയ്യുകയാണ്. അന്തം വിട്ട ഒരു ബിംബകൽപ്പന അയാൾ പറത്തിവിട്ട സിക്സറാണ്. മോശപ്പെട്ട ഒരന്ത്യം അയാളുടെ തെറിച്ച വിക്കറ്റാണ് എന്നാണ്. ഒരു സ്പോർട്സിന്, ഒരു കായിക ഇനത്തിന്റെ സവിശേഷമായിട്ടുള്ള നിയമാവലികളിൽ നിന്നുകൊണ്ടും അതിന്റെ ഭാഷാപരമായ ടേംസിൽ നിന്നുകൊണ്ടും ഈ ഭാഷയിൽ ഇടപെടുന്ന ഒരു കവി എത്തരത്തിലാണ് ഭാഷയിൽ ഇടപെടുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു കവിതയാണത്. അതുപോലെ തന്നെ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന, ഓർമ്മകളെ സമീപിക്കുന്ന, തത്വചിന്താപരമായി കാര്യങ്ങളെ കാണുന്ന ഒരുപാട് പല കവിതകളും ഈ പുസ്തകത്തിൽ ഉണ്ട്. ഈ പുസ്തകത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നത് പോലെ
നൊസ്റ്റാൾജിയ എന്ന വാക്കിനെ കുറിച്ച് കവി പറയുന്നുണ്ട്. നൊസ്റ്റാൾജിയ പലപ്പോഴും ഒരു വ്യാജ പ്രതല നിർമ്മാണമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഓർമ്മകളെ പ്രത്യേക തരത്തിൽ ഉപയോഗിച്ച് കൊണ്ടാണ്. ഒന്ന് പണിപ്പെട്ടാൽ ഭൂതകാലത്തെ ഏത് അനീതിയെയും നൊസ്റ്റാൾജിയാക്കി സ്വാദിഷ്ടമാക്കാം എന്നാണ് കവി നിരീക്ഷിക്കുന്നത്. ഈ നിരീക്ഷണവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കവിതാ ശകലത്തെ ദുഷ്പ്രേരകൻ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ വായിക്കാം. അത് ഇങ്ങനെയാണ്: നമ്മളെക്കാൾ താണ ഒരു ജാതി ഇല്ലായിരുന്നെങ്കിൽ, പണത്തിൽ കുറവുള്ള ഒരു കുടുംബം ഇല്ലായിരുന്നെങ്കിൽ, പഠിപ്പിൽ തോൽക്കാൻ ഒരാളില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഓർക്കാൻ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് ആ കവിതയുടെ ഭാഗം. എല്ലാ ഓർമ്മകളും ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തികച്ചും വ്യക്തിപരം മാത്രമല്ല എന്നും അതിന് സാമൂഹ്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഓരോ ഓർമ്മയും ചരിത്രപരമാണ് എന്നും ഈ കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രിവിലേജുകളെ കൂടി തുറന്നു കാട്ടുന്ന ഒരു കവിതയായിട്ടാണ് ഈ കവിത അനുഭവപ്പെടുക. ഓർമ്മകളില്ലാതെ മനുഷ്യന് ജീവിക്കുക സാധ്യമല്ല. ഈ ലോകവുമായി മനുഷ്യനെ ബന്ധപ്പെടുത്തുന്ന, മനുഷ്യനെ സജീവമായി നിർത്തുന്ന ഒന്നുകൂടിയാണ് ഓർമ്മ എന്നത്. സംഭാവ്യത എന്ന മറ്റൊരു കവിതയിൽ ലോകം എന്ന് നാം പറയുന്നത് ലോകമല്ല, ലോകത്തെ നാം വിന്യസിക്കുന്ന മട്ടിനെയാണ് എന്ന് കവി എഴുതുന്നുണ്ട്. ലോകം എന്ന വാക്കിനെ തന്നെ അത് സൂചിപ്പിക്കുന്ന അർത്ഥത്തെ തന്നെ കുറച്ച് കൂടി തത്വചിന്താപരമായി നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇത്. ലോകം എന്നത് മനുഷ്യന് നമുക്ക് പുറത്തല്ല എന്നും നമുക്ക് പുറത്തല്ല ചുറ്റുപാടുള്ളത് എന്നും നമ്മളുള്ളത് കൊണ്ടാണ്, മനുഷ്യനുള്ളത് കൊണ്ടാണ്, നമ്മുടെ കണ്ണിലൂടെയാണ്, നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് ലോകം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്, ചുറ്റുപാടുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഈ ഒരു കവിതാഭാഗം നൽകുന്നത്. ലോകത്തിനുള്ളിൽ, പ്രപഞ്ചത്തിനുള്ളിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നായി മനുഷ്യ ശരീരം നിലകൊള്ളുന്നു എന്നല്ല, ശരീരമുള്ളത് കൊണ്ട് നമുക്ക് ലോകം ഉണ്ടാകുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത്. ശരീരചിന്തകളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള മെർലിപ്പോന്തി അടക്കമുള്ള ചിന്തകരും ഇതേ ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ മൺമറഞ്ഞു പോയ പല കവികൾ, പല രാഷ്ട്രീയ ചരിത്ര വ്യക്തിത്വങ്ങൾ, ഇവരുടെയൊക്കെ സ്വാധീനം പല കവിതകളിലും കാണാൻ സാധിക്കും. ചങ്ങമ്പുഴി, ഇടശ്ശേരി, പി കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി, അവരുടെയൊക്കെ ഒരു പാരമ്പര്യത്തിന്റെ, അവരുടെയൊക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ കവിതയുടെ സ്വഭാവത്തെ, അവർ സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ, ചരിത്രത്തിൽ ഇടപെട്ട രീതികളെ ഒക്കെ പല കവിതകളിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന, പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള പി എന്ന് പറയുന്ന ഒരു കവിത ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ വൈലോപ്പിള്ളി എന്ന പേരിൽ തന്നെ ഒരു കവിതയുണ്ട്. അതിൽ പി എന്ന കവിത വളരെ ചുരുങ്ങിയ ഒരു കവിതയാണ്. പി കുഞ്ഞിരാമൻ നായരുടെ കാവ്യജീവിതത്തെ മുഴുവൻ കുറുക്കിയെടുത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെയെല്ലാം, കവിതയുടെ സവിശേഷതകളെയെല്ലാം കുറുക്കിയെടുത്തുകൊണ്ട് ചുരുങ്ങിയ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കവിതയാണ് പി. ഒരു ശ്മശാനത്തിൽ രാത്രിയാണ് ഞാൻ അയാളെ കണ്ടത്, പിയുടെ അലസഛായയിൽ. നിങ്ങളാണോ പി കുഞ്ഞിരാമൻ നായർ? അയാൾ തലയാട്ടി. ഞാൻ എങ്ങനെ വിശ്വസിക്കും? അയാൾ ഒരു വാക്ക് കുനിഞ്ഞെടുത്തു, ഉന്നം നോക്കി മുകളിലേക്ക് വീശിയെറിഞ്ഞു. ഒരു കുല നക്ഷത്രം എൻ്റെ മുന്നിൽ പൊട്ടിച്ചിതറി വീണു. ഇത്രയുമാണ് ആ കവിത. ഒരു വാക്ക് കുനിഞ്ഞെടുത്ത് ആകാശത്തിലേക്ക് ഉന്നം നോക്കി എറിഞ്ഞപ്പോൾ ഒരു കുല നക്ഷത്രം മുന്നിൽ പൊട്ടിച്ചിതറി വീഴണമെങ്കിൽ അത് പി കുഞ്ഞിരാമൻ നായരാൽ ആവാനല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല എന്ന് കവിത പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ വൈലോപ്പിള്ളി എന്ന കവിതയിലേക്ക് എത്തുമ്പോൾ പ്രേതങ്ങൾക്ക് ബീഡി വലിക്കാനാകും എന്ന് പറഞ്ഞുകൊണ്ട് ബീഡി വലിയുടെ പ്രത്യേകതകളെ വെച്ചുകൊണ്ട് കുറച്ച് കവികളുടെ സ്വഭാവ സവിശേഷതകളെ പറ്റി കവിത വിവരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചങ്ങമ്പുഴയാണ്. ആദ്യാമൻ ബീഡി കത്തിക്കാൻ ഒരു ബോംബ് ചോദിച്ചു, അത് ചങ്ങമ്പുഴ. വൈലോപ്പിള്ളി പറഞ്ഞു. രണ്ടാമൻ ബീഡി തല തിരിച്ച് കടിച്ചു പിടിച്ചു, നിലാവിന്റെ ഒരു തരി എവിടെ നിന്നോ ഓടി വന്ന് ബീഡിത്തലപ്പിൽ ഉരഞ്ഞ് തീയുണ്ടാക്കി, അത് പി. വൈലോപ്പിള്ളി പറഞ്ഞു. ശാന്തനായ മൂന്നാമൻ ബീഡി റോട്ടിൽ ഉരച്ച് കത്തിച്ച് ശാന്തനായി കടന്നുപോയി, അത് മഞ്ഞുപർവ്വതം എന്ന് തോന്നിക്കുന്ന കേരളത്തിലെ ഏക അഗ്നിപർവ്വതമാണ്, പേര് ഇടശ്ശേരി. എന്നിങ്ങനെയാണ് കവിത പോകുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ ഭാഷയെ സവിശേഷമായി ഉപയോഗിച്ചുകൊണ്ട്, അതിനെ സവിശേഷമായി വിന്യസിച്ചുകൊണ്ട് മറ്റൊരു ഭാഷ രൂപപ്പെടുത്തിക്കൊണ്ട് കവിതയെ അഭിമുഖീകരിക്കുകയും ചരിത്രത്തെ അഭിമുഖീകരിക്കുകയും സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ കവിതകളാണ് തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന ഈ പുസ്തകത്തിൽ ഉള്ളത്. അത് കേവലം രാഷ്ട്രീയപരമായ കവിതകൾ മാത്രമാണ് എന്ന് അടച്ചു പറയാൻ പറ്റാത്ത വിധത്തിൽ കവിതയുടെ പല സ്വഭാവങ്ങളെ, പല വഴിക്ക് പോകുന്ന സ്വഭാവങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള ഒരുപാട് കവിതകൾ, 35 കവിതകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന പുസ്തകം. ബീഡിയും ഉടമസ്ഥനും എന്ന കവിതയിൽ പറയുന്നത് പോലെ, അനേകം തലമുറകളെ കൊളുത്തി വലിച്ചു തീർന്നപ്പോൾ ഉരച്ച് വലിച്ചെറിഞ്ഞ ആ ഉറച്ച കയ്യിനെ, ആരും കാണാതെ പോകുന്ന കരങ്ങളെ, അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെ, പിന്നിലുള്ള ഓരോ സംഭവങ്ങൾക്ക് പിന്നിലുള്ള മറഞ്ഞിരിക്കുന്ന, തിരസ്കരിക്കപ്പെട്ടുപോയ, ബഹിഷ്കൃതമായിട്ടുള്ള അനുഭവങ്ങളെയെല്ലാം കണ്ടെടുക്കുകയും വീണ്ടെടുക്കുകയും അതിന് കാവ്യ ആവിഷ്കാരം നൽകുകയും ചെയ്യുന്ന കവിതകളാണ് ഈ പുസ്തകത്തിലേത്. തീർച്ചയായും എല്ലാവരും കവിതകളെ ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയമായി, സാമൂഹികമായി, കാലികമായി നിലനിൽക്കുന്ന കവിതകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ എല്ലാവർക്കും ഒരു മികച്ച വായനാനുഭവം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 3 ഷാജി പുൽപ്പള്ളിയുടെ ഏറ്റവും പുതിയ കൃതിയായ ജാതി ചോദിക്കുന്ന കാലം എന്ന പുസ്തകത്തെ വൈത്തരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും അധ്യാപികയും പ്രഭാഷകയും ലൈബ്രറി പ്രവർത്തകയുമായ ഷാഹിന ടീച്ചർ അവതരിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.